വോട്ടുകളുടെ ആരോപണങ്ങൾ കത്തിനിൽക്കെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരനും ഭാര്യയ്ക്കും ഇരട്ട വോട്ടുള്ളതിന് തെളിവ്. സുഭാഷ് ഗോപിക്കും ഭാര്യ റാണിക്കും തൃശൂരിനൊപ്പം കൊല്ലത്തെ വോട്ടർ പട്ടികയിലും പേരുണ്ട്. സുരേഷ് ഗോപിയുടെ വോട്ട് തൃശൂരിലേക്ക് മാറ്റിയത് നിയമവിരുദ്ധമാണെന്ന് കോൺഗ്രസ് പരാതിയിൽ പോലീസ് നടപടി ആരംഭിച്ചു. കൊല്ലം ഇരവിപുരത്താണ് സുരേഷ് ഗോപിയുടെ കുടുംബ വീട്. ലക്ഷ്മി നിവാസ് എന്ന വിലാസത്തിൽ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യ റാണിക്കും കൊല്ലത്ത് വോട്ടുണ്ട്. ഇരവിപുരം അസംബ്ലി മണ്ഡലത്തിലെ 84-ാം നമ്പർ ബൂത്തിൽ 1114, 1116 ക്രമനമ്പറുകളിലാണ് ഇരുവരും വോട്ടർ പട്ടികയിൽ. തൃശൂരിലെ ബൂത്ത് നമ്പർ 116-ലും സുഭാഷിനും റാണിക്കും വോട്ടുണ്ട്. ഇതാണ് ഇരട്ട വോട്ടെന്ന പരാതിക്കുള്ള തെളിവ്. കൊല്ലത്ത് സ്ഥിരതാമസമാക്കിയ ഒരാൾ തൃശൂരിൽ ചേർക്കുന്നത് വ്യാജ വോട്ടാണെന്നും നടന്നത് ആസൂത്രിതമായ ക്രമക്കേടാണെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. കൊല്ലത്ത് സ്ഥിരതാമസമായിട്ടുള്ള ഒരാൾ തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം കണ്ട് അവിടെയും വോട്ട് ചേർത്തു എന്നത് വ്യാജമായി ചേർത്ത വോട്ടാണ്. വ്യാജ മേൽവിലാസത്തിൽ ചേർത്ത വോട്ടാണെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാവുന്നത്. തൃശൂരിൽ മത്സരിക്കാൻ സുരേഷ് ഗോപി വ്യാജ സത്യവാങ്മൂലം നൽകിയെന്ന പരാതി കോൺഗ്രസ് നൽകി. വോട്ടർ തുടർച്ചയായി 6 മാസം അതേ റെസിഡൻസിൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ്മൂലം മൂലം വോട്ട് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത്. അതിനർത്ഥം അദ്ദേഹത്തിന്റെ വോട്ട് അസാധുവാണ്, വ്യാജമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം. തൃശൂർ ACP പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. അതേസമയം തൃശൂരിലല്ലാതെ തങ്ങൾ വോട്ട് ചെയ്തു എന്നത് പരിശോധിച്ചാൽ മതിയെന്നാണ് സുഭാഷ് ഗോപിയുടെ വിശദീകരണം. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.